വാഴക്കൊലയായിട്ട് കപ്പയായിട്ട് ചേമ്പായിട്ട് എല്ലാം എനിക്ക് കൊണ്ടുതരും. അവർ കുറേ പച്ചക്കറി ഒക്കെ മേടിച്ചുകൊണ്ട് പോയേ ഉള്ളൂ. നിങ്ങൾക്കിപ്പം ഒരു 10 തേങ്ങ ഉണ്ടോ, അതിവിടെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അതിനുള്ള സാധനം നിങ്ങൾക്ക് മേടിച്ചോണ്ട് പോവാം. നല്ല പൈസ തരും. ചേട്ടന്റെ പേര്? എന്റെ പേര് ബേബിന്നാണ്. ഞങ്ങള് സ്ഥിരം ഇവിടെ തന്നെയാണ്. എന്റെ വീട് ഇവിടെ തന്നെയും കിടക്കും. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം പുതുപ്പള്ളി ഇരവിനല്ലൂർ ഭാഗത്തുള്ള കുറിയടത്ത് രാധാകൃഷ്ണൻ ചേട്ടന്റെ ചെറിയ ഒരു പച്ചക്കറി കടയിലാണ്. ഈ പച്ചക്കറി കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് നമ്മൾ പാഠപുസ്തകങ്ങളിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ സമ്പ്രദായമാണ് ഈ 2024 രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഈ കൊച്ചു കടയിൽ നിലനിന്ന് പോരുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ അല്ലെ നമ്മുടെ തൊടിയിൽ പച്ചക്കറികളായ ചേമ്പോ ചേനയോ കാച്ചിലോ ഒക്കെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ വാഴക്കൊലയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഈ കടയിൽ കൊണ്ടുവന്ന് കൊടുത്താൽ അത് ഇതുപോലെ വാഴക്കൊലയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പരസ്യമായിട്ട് പ്രദർശിപ്പിച്ച് കെട്ടിത്തൂക്കും. ഇത് പഴുക്കുന്നതിനനുസരിച്ച് ആളുകൾ വന്ന് പല വഴിപോക്കരോ, ഇതൊക്കെ മെയിൻ റോഡ് സൈഡാണ്, ഇവിടെ വന്ന ആളുകൾ പഴമൊക്കെ മേടിച്ചുകൊണ്ട് വരും. ഈ പഴക്കൊല തീരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആളുകൾ തന്നെ വന്ന് അതിന് ഒരു വില, രാധാകൃഷ്ണൻ ചേട്ടനും അവരുമായിട്ടൊരു ധാരണയിലൊരു വിലയുണ്ട്. ആ വിലയ്ക്ക് തത്തുല്യമായ പച്ചക്കറിയോ മറ്റ് സംഗതികളോ ഉണക്കമീനോ ഉണക്കുകപ്പയോ അല്ലെ പച്ചക്കപ്പയോ എന്ത് അവർക്ക് ആവശ്യമുള്ളത് ആ തുകയ്ക്ക് തത്തുല്യമായത് മേടിച്ചുകൊണ്ട് പോകും. അതാണ് ഇവിടുത്തെ രീതി. അതായത് പണ്ടത്തെ ആ ബാർട്ടർ സമ്പ്രദായം തന്നെ. രാധാകൃഷ്ണൻ ചേട്ടൻ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്. നല്ല മഴ പെയ്യാണ്. ഞാൻ അപ്പുറത്ത് രാധാകൃഷ്ണൻ ചേട്ടൻ കടയുടെ അങ്ങേ സൈഡിലാണ് നിൽക്കുന്നത്, ഞാൻ റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. ചേട്ടൻ്റെ അടുത്തേക്ക് പോവാം, വാ. ഇതാണ് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ, കഥാനായകൻ, ഈ കടയുടെ ഉടമസ്ഥൻ. ചേട്ടൻ്റെ ഭാര്യ ശാന്തമ്മ ചേച്ചിയുണ്ട്. ചേച്ചി ഇപ്പം സ്ഥലത്തില്ല. നമുക്ക് ചേട്ടനോട് തന്നെ ഇങ്ങനെ ഒരു കടയും ഇവിടുത്തെ ഈ ബാർട്ടർ സമ്പ്രദായത്തെക്കുറിച്ചും മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ വിശേഷങ്ങളും ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ, എത്ര നാളായിട്ട് ഇവിടെ കച്ചവടം നടത്തും? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തും. അതെന്താ പറ്റി ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നേ? നിന്ന് പോകുന്നതാ? അത് ശരി. എനിക്ക് പച്ചക്കറി കൃഷിയാണ്. ആണ്. അത് കഴിഞ്ഞ് അത് മേലെ പിന്നെ നമ്മള് കടയിലോട്ട് മാറി. ആണ്. ഈ നാട്ടുകാരെല്ലാവരും വാഴക്കൊലയായിട്ട് കപ്പയായിട്ട് ചേമ്പായിട്ട് എല്ലാം എനിക്ക് കൊണ്ടുതരും. അവർ കുറെ പച്ചക്കറി ഒക്കെ മേടിച്ചുകൊണ്ട് പോയേ ഉള്ളൂ. വലിയ കണക്ക് പറച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല. പ്രത്യേകത ഉണ്ടല്ലോ, ആർക്കും നമ്മളോട് ഒരു പിണക്കമില്ല. അത് ശരി. അപ്പൊ അവര് കൊണ്ട് അവരുടെ സാധനങ്ങൾ വാഴക്കൊലയായാലും ചേമ്പോ ചേനയൊക്കെ ആയാലും ഇവിടെ കൊണ്ടുതരും. ഞാൻ ഈ കടയ്ക്ക് കണ്ട ഒരു പ്രത്യേകത, ഇതിന് അങ്ങനെ ഒരു അടവില്ല അല്ലേ? 4 വർഷവും തുറന്നാ കിടക്കുന്നത്. ചേട്ടനെ അപ്പൊ അതും മെയിൻ റോഡ് സൈഡില്. ചേട്ടൻ എങ്ങനെയാ ഈ വിശ്വസിച്ച് ഇന്നത്തെ കാലത്ത് ഈ വിശ്വസിച്ച് ഇങ്ങനെ ഒരു കച്ചവടം നടത്തുന്നത്? ആദ്യകാലത്ത് ഇവിടെ തുറന്നിട്ട് ഇങ്ങനെ അടുത്തേക്ക് പോകുമായിരുന്നു. അപ്പൊ നമുക്ക് ശകലം സദ്യയായിട്ട് വന്നപ്പോ ഞാൻ ഇവിടെ എന്റെ വീട് ഞാൻ ഇവിടെ തന്നെയും കിടക്കും. അത് ശരി. ഇത് ഇവിടെ തന്നെ കിടക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ചേട്ടന് കിടക്കാനായിട്ട് ഒരു കട്ടില്, കടയുടെ പുറകിലായിട്ട് ഒരു കട്ടില് തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് ഇപ്പൊ ആളുകൾക്ക് അറിയാം. അല്ലെങ്കിൽ തന്നെ ആളുകൾ ഇപ്പൊ ചേട്ടനോട് ആർക്കും വിരോധമോ മറ്റു പിണക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആരും അങ്ങനെ ഒരു ശല്യത്തിനൊന്നും വരുമില്ല. എന്നാലും ചേട്ടൻ ഇവിടെ തന്നെയാണ് കിടക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആണ്, ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. ഇത് ഈ കട്ടില് ഇവിടെ ഇട്ട് ഇവിടെ തന്നെ കിടപ്പ് തുടങ്ങിയിട്ട് എത്രയായി? 5 വർഷമായി അല്ലേ? ഇവിടെ ഉള്ളവർ തന്നെയാണ് പിടിക്കുന്നത്. വണ്ടിക്കാരെല്ലാരും വരും അല്ലേ? സ്ഥിരം പറ്റുകാരുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് പറ്റ് മേടിച്ചോണ്ട് പോകുന്ന കണ്ടു അല്ലേ? ജോലിക്കാരാ അല്ലേ? ആണ്. അല്ല, ആണ്. അത് ശരി. അവരെങ്ങനെ മാസാമാസമാണോ ഇടപാട് തീർക്കുന്നത്? അന്നേരം റെഡി ക്യാഷ് വന്ന് പോവാ? അത് ശരി. ഒരുപാട് പേരുണ്ട് പതിവുകാര്. എടുത്തു വെക്കും. പിന്നെ വെളിയിലോട്ടൊക്കെ പോകാനുള്ളവര് നല്ല സാധനം ആണ്. വിഷമൊന്നും ഇല്ലാത്ത അല്ലേ? ഇവിടെ എടുത്തു വെക്കും. ആണ്. ഒരുപാട് പേരുണ്ട്. അപ്പൊ കച്ചവടത്തിന് നമുക്ക് യാതൊരു മുട്ടുമില്ല അല്ലേ? സാധനം വരുന്നതിനനുസരിച്ച് തീരുന്നുണ്ട്. ഉണ്ട്. സാധനം ഇരുന്നു പോകുന്നില്ല. കോട്ടയം കായ എടുത്താ ആരും വാങ്ങിക്കില്ല. അതിന് പകരം നമ്മൾ ഏത് കായ എടുക്കുന്നേ? നാടൻ കായ എടുക്കുന്നത് അല്ലേ?
പയറ്, ചേന, അച്ചിങ്ങാപ്പയറ്, ചേന, കാച്ചില്, ഏത്തപ്പല, എല്ലാ ഐറ്റവും ഈ കോവയ്ക്ക നടന്നു കൊടുക്കുന്നു. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ കത്തിരിക്കാം. അത് ഓരോ വീട്ടുകാരെ കൃഷി ഉണ്ടാക്കി കൊണ്ടുതരും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇല്ലാത്ത ചെയ്യാത്ത നമ്മൾ കോട്ടയത്ത് നിന്ന് പോയി മേടിക്കും. അത് വേറെ മാർക്കറ്റിൽ നിന്ന് മേടിക്കും. അത് ശരി. വെണ്ടയ്ക്കൊക്കെ നമുക്ക് ഇവിടെ കിട്ടാൻ പാടാം. അപ്പോൾ അത് മാർക്കറ്റിൽ നമ്മൾ എടുക്കും. അപ്പൊ അവർ കൊണ്ട് തരുന്ന സാധനങ്ങൾക്ക് ഒരു ന്യായമായ ഒരു വില ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള മറ്റ് പച്ചക്കറികൾ അവർ മേടിച്ചുകൊണ്ട് പോകും. അവർക്ക് കോട്ടയം മാർക്കറ്റിൽ വിൽക്കുന്നതിനേക്കാൾ 10 രൂപ കുറച്ച് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ? അത് ശരി. ആണ്. നമ്മുടെ വീട്ടില് കൊലകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കൊടുത്തിട്ട് വേണമെങ്കിൽ പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി എന്ന് പറഞ്ഞാൽ പുള്ളി തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട്. പയറ്, പിന്നെ കപ്പയുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ മേടിച്ചുകൊണ്ട് പോകാം. പയറ്, നല്ല പയറൊക്കെയാണ് ഇവിടെ ഉള്ളത്. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കട കണ്ടല്ലോ, കടയുടെ വിശേഷങ്ങളും കണ്ടല്ലോ. ഇത് നമ്മുടെ കോട്ടയത്ത് പുതുപ്പള്ളി എരമല്ലൂർ റോഡിൻ്റെ സൈഡിലായാണ്. ഒരു നല്ല വളവാണ്. ആ വളവിൻ്റെ സൈഡിലായിട്ടാണ് ചേട്ടൻ്റെ ഈ കടയുള്ളത്. ഇനി ഈ വഴിക്ക് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ രാധാകൃഷ്ണൻ ചേട്ടനെ മറക്കരുത്, ചേട്ടൻ്റെ കട മറക്കരുത്. ഇവിടെ കയറണം, എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അത് ഈ നാട്ടിലെ നമ്മുടെ ഈ പ്രാദേശിക കർഷകർക്കും ഒരു ഉപകാരമാണ്. അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങൾ മേടിച്ച് ന്യായവിലയ്ക്ക് വിൽക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടനും അതൊരു വലിയ സഹായമായിരിക്കും. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.